നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി. പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല. പോലീസും ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പേഴയ്ക്കാപ്പള്ളി പള്ളിപ്പടിയിൽ മാലിന്യം തള്ളുന്നു. തുറസായ സ്ഥലത്താണ് മാലിന്യ നിക്ഷേപം. പഞ്ചായത്ത് അധികാരികൾക്കും വാർഡ് മെമ്പർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയില്ല. തിരുമാറാടിയിൽ ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞു. മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണത്തൂർ കുഞ്ചികുന്നൽ കെ സന്തോഷാണ് മരിച്ചത്. വേനൽ കടുക്കുന്നു. സാധാരണക്കാരന്റെ പോക്കറ്റ് കീറി ചെറുനാരങ്ങ വില. ചൂടിൽ നിന്ന് ആശ്വാസം തേടി നാരങ്ങ വെള്ളത്തെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് കനത്ത തിരിച്ചടി. കൂത്താട്ടുകുളം കിഴക്കൊമ്പ് കുഴിക്കുളം ചമ്പൽ പാടശേഖരത്തിൽ വ്യാപകമായ കൃഷിനാശം. വിളവെടുപ്പിന് പാകമായ നെല്ല് പാടത്തേക്ക് മറിഞ്ഞു വീണ നിലയിൽ. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി. പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല. ഔദ്യോഗിക ഇമെയിലിലേക്ക് അജ്ഞാത സന്ദേശം എത്തിയതിനെ തുടർന്ന് പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന RTO ഓഫീസിൽ ബോംബ് ഭീഷണി. ഓഫീസിലെ ഔദ്യോഗിക ഇമെയിലിലേക്കാണ് അജ്ഞാത സന്ദേശം എത്തിയത്. സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് മൂവാറ്റുപുഴ പോലീസും എറണാകുളത്തു നിന്നുള്ള ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ബുധനാഴ്ച രാവിലെ 11ഓടെ വിശദമായ പരിശോധന നടത്തി. പരിശോധനയ്ക്ക് ശേഷം സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. റൂറൽ പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 2 മണിക്കൂറോളം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധനകൾ പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പേഴയ്ക്കാപ്പള്ളി പള്ളിപ്പടിയിൽ തുറസായ സ്ഥലത്ത് മാലിന്യം തള്ളുന്നതായി പരാതി. പഞ്ചായത്ത് അധികാരികൾക്കും വാർഡ് മെമ്പർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപം. പേഴയ്ക്കാപ്പള്ളി പള്ളിപ്പടിയിൽ തുറസായ സ്ഥലത്ത് മാലിന്യം തള്ളുന്നതായി പരാതി. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ പായ്പട പഞ്ചായത്ത് 14-ാം വാർഡിൽ പേഴയ്ക്കാപ്പള്ളി പള്ളിപ്പടിയിൽ തീപ്പെട്ടി കമ്പനിക്ക് സമീപമുള്ള സ്ഥലത്താണ് വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികാരികൾക്കും വാർഡ് മെമ്പർക്കുമടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് വ്യാപാരികളുടെയും നഗരവാസികളുടെയും പരാതി. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് അടക്കമുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. സമീപത്തെ ഓടയടക്കം കാടുകയറി മൂടിയ അവസ്ഥയിലാണ്. ഓട നവീകരിക്കാത്തതുമൂലം മഴ പെയ്താൽ റോഡിൽ വെള്ളം കയറുന്ന നിലയിലാണ്. മാലിന്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യണമെന്നും പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നുമാണ് സമീപത്തെ വ്യാപാരികളുടെ ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ആയവന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടത്തി. ആയവനയിൽ നിന്നും ആരംഭിച്ച പ്രകടനം അഞ്ചൽപ്പെട്ടിയിൽ സമാപിച്ചു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF ആയവന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടത്തി. ആയവനയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അഞ്ചൽപ്പെട്ടിയിൽ സമാപിച്ചു. ആയവന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. 5 വർഷം ഭരണം, 5 വർഷം പോരാട്ടം. അവർ ഭരിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നു. എന്തിനു ഭരിക്കുന്നത്? അവരുടെ കാര്യം നടത്താൻ മാത്രം. അതാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ കേരളക്കാരൻ വയനാട്ടിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. നമ്മളോട് വയനാടിന് ഫണ്ട് ചോദിച്ച് എവിടുന്ന കാശ്? നമ്മൾ കേന്ദ്രം ഭരിക്കുന്നുണ്ടോ? ഇല്ല. സംസ്ഥാനം ഭരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന കാശ്?
ഭരിക്കുന്നത് പണമുണ്ടാക്കാനുള്ള പച്ച പരമാർത്ഥം. 10 വർഷക്കാലത്ത് കേരളത്തിലെ ഭരണം എങ്ങനെയായിരുന്നു? ആ 10 വർഷത്തെ ഭരണം എല്ലാം അനുഭവിക്കുന്നവരല്ലേ നമ്മൾ? ആ 10 വർഷക്കാലം നമ്മൾ പറഞ്ഞെല്ലാം നടപ്പിൽ വരുത്തിയില്ലേ? എത്ര പ്രയാസപ്പെട്ടിട്ട് അകത്തും പുറത്തുമുള്ള ശക്തമായ എതിർപ്പ് നേരിട്ടുണ്ടാകും. അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കേന്ദ്രം ഭരിക്കുന്നവർ എങ്ങനെയാണ് നമ്മളെ ശരിപ്പെടുത്തുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കേന്ദ്രത്തിൽ വല്ലതും തരുന്നുണ്ടോ? ഇല്ല. ആരാ തരുന്നത്? ഭരിക്കുന്ന കൂട്ടി. ആരാ ഭരിക്കുന്നത്? മോദി. മോദി ചിരിച്ചു പറയില്ലേ? പറയും. ഇപ്പോഴും പറഞ്ഞില്ലേ? പറഞ്ഞു. രാജൻ കടയ്ക്കോട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ CK സോമൻ, മുൻ MLA ജോണി നെല്ലൂർ, CPI ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി EK ശിവൻ, LDF നേതാക്കളായ അനീഷ് M. മാത്യു, ജോളി പൊട്ടക്കൽ, PK രാജേഷ്, ഇമ്മാനുവൽ പാലക്കുഴി, KP റെജിമോൻ, ബേബി കാക്കനാട് എന്നിവർ പ്രസംഗിച്ചു. തിരുമാറാടിയിൽ ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണത്തൂർ കുഞ്ചുകുന്നൽ KK സന്തോഷാണ് മരിച്ചത്. തിരുമാറാടി വാളിയപ്പാടം മണ്ണത്തൂർ റോഡിൽ ബൈക്ക് താഴ്ചയിലേക്ക് മറിഞ്ഞ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണത്തൂർ കുഞ്ചുകുന്നൽ KK സന്തോഷാണ് മരിച്ചത്. ടാപ്പിംഗ് തൊഴിലാളിയായ സന്തോഷിനെ ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ കാണാതായിരുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെ വീടിന് സമീപത്തെ തോട്ടത്തിലേക്ക് ബൈക്ക് മറിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കല്ലൂർക്കാട് പഞ്ചായത്തിൽ പ്രചരണം നടത്തി UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ഇപ്രാവശ്യം മാത്യു കുഴൽനാടനെ ട്രഷറി ബെഞ്ചിൽ ഇരുത്തും. മാത്യു കുഴൽനാടന്റെ വിജയത്തിനൊപ്പം സംസ്ഥാന ഭരണത്തിലേക്കുള്ള UDFന്റെ തിരിച്ചുവരവുമാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് ബിനു ചുള്ളിയിൽ. പൊതുപര്യടനത്തിന്റെ 3-ാം ദിവസം കല്ലൂർക്കാട് പഞ്ചായത്തിൽ പ്രചരണം നടത്തി UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ. ആവേശം നിറഞ്ഞ സ്വീകരണങ്ങളാണ് UDF സ്ഥാനാർത്ഥിക്ക് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. പൊതുപര്യടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ഇപ്രാവശ്യം മാത്യു കുഴൽനാടനെ ട്രഷറി ബെഞ്ചിലിരുത്തും. മാത്യു കുഴൽനാടന്റെ വിജയത്തിനൊപ്പം സംസ്ഥാന ഭരണത്തിലേക്കുള്ള UDFന്റെ തിരിച്ചുവരവാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് ബിനു ചുള്ളിയിൽ പറഞ്ഞു. കെട്ടിടം തകർന്നു വീണും മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കളിച്ചിട്ട് കൈ ഒന്ന് തട്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോയ വിനോദിനി എന്ന് പേരുള്ള ഒരു കുഞ്ഞുമകളുടെ കൈ ഈ കേരളക്കരയിൽ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് വാഹനത്തിൽ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പര്യടനം നടത്തിയ UDF സ്ഥാനാർത്ഥിയെ വിവിധയിടങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സ്വീകരിച്ചു. അടക്കം അമ്മമാരും സഹോദരിമാരും ഒക്കെ ഞാനിവിടെ വന്നപ്പോൾ എന്നെ കാണാൻ കടന്നു വന്നത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ ഒരു പ്രഥമ പരിഗണന നൽകി ഇത്തവണ നമുക്ക് ജയിച്ചു എന്നുണ്ടെങ്കിൽ ഈ റോഡ് നമുക്കൊന്ന് നന്നാക്കണം എന്നുള്ളതാണ് ഇത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം നമ്മൾ ഈ നാടിനെ ചെമ്പൻമല, മരുതൂർ, മലനിരപ്പ്, കണിയാംകുടി കവല, വെള്ളാരംകല്ല് കപ്പേള, കലൂർ സ്കൂൾ ജംഗ്ഷൻ, പയ്യാവ്, കുളങ്ങാട്ടുപാറ, പെരുമാങ്കണ്ടം, തഴുവംകുന്ന് സ്കൂൾ, നാഗപ്പുഴ, പാലക്കുഴി, ചാറ്റുപാറ, മണിയന്ത്രം, കുന്നിയോട് വഴി, പത്തകുത്തി, തഴുവംകുന്ന് പള്ളി, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മണലിപ്പീടിക, ഷാപ്പുംപടി, നീറമ്പുഴ, കോളനി, കല്ലൂർക്കാട് ടൗൺ എന്നിവിടങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ സ്വീകരണം നൽകി. UDF ചെയർമാൻ ബൈജു ആത്രശ്ശേരി അധ്യക്ഷത വഹിച്ച കോട്ടക്കവലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, KM സലീം, KM അബ്ദുൾ മജീദ്, KM ബരീദ്, ജോസ് വള്ളമറ്റം, ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ഷൈസൺ P. മാങ്ങഴ, സിനി മനോജ്, ജെറിഷ് ജോസ്, ബിജു പാലക്കോട്ടിൽ, സജി ജോസഫ്, ജോളി നെടുങ്കല്ലൽ, സുജിത് ബേബി, ജോർജ് ഫ്രാൻസിസ്, ലിസി ജോളി, മുഹമ്മദ് റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി മാറിക്കൊണ്ട് സണ്ണി തോമസ് കടുത്താഴിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുഴയിൽ പ്രചരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴി നടത്തുന്നത്. മൂവാറ്റുപുഴയുടെ ഉൾപ്രദേശങ്ങളിൽ പോലും വൻ മുന്നേറ്റമാണ് സണ്ണി തോമസ് കടുത്താഴി നടത്തുന്നത്. ബുധനാഴ്ച മൂവാറ്റുപുഴ കടാതി ബാർ കൗൺസിൽ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി സണ്ണി തോമസ് കടുത്താഴി അഭിഭാഷകരോടും ജീവനക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് കാവക്കാട് ബോഡിനഗർ ഇന്റർനാഷണൽ കമ്പനിയിലും സന്ദർശിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വേനൽ കടുക്കുന്നതിനിടെ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറി ചെറുനാരങ്ങ വില. ചൂടിൽ നിന്ന് ആശ്വാസം തേടി നാരങ്ങ വെള്ളത്തെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് വിപണിയിലെ വിലക്കയറ്റം.
ചില്ലറ വിപണിയിൽ നാരങ്ങയുടെ വിലകിട്ട് ഞെട്ടുകയാണ് ഉപഭോക്താക്കൾ. 5 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു നാരങ്ങയ്ക്ക് ഇപ്പോൾ ഗുണനിലവാരം അനുസരിച്ച് 10 മുതൽ 15 രൂപ വരെ നൽകണം. ഇതോടെ സാധാരണക്കാർ കിലോ കണക്കിന് നാരങ്ങ വാങ്ങുന്നത് നിർത്തി എണ്ണം പറഞ്ഞ് വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. നാരങ്ങയുടെ പ്രധാന സ്രോതസ്സുകളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ പ്രധാന കാരണം. അപ്രതീക്ഷിതമായി പെയ്ത മഴയും തുടർന്നുണ്ടായ കടുത്ത ഉഷ്ണവും നാരങ്ങ കൃഷിയെ സാരമായി ബാധിച്ചു. ചൂട് കാരണം പൂക്കൾ കൊഴിഞ്ഞുപോയത് ഉത്പാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. വേനൽക്കാലമായതോടെ ജ്യൂസ് കടകളിലും വീടുകളിലും നാരങ്ങയുടെ ആവശ്യം ഇരട്ടിയായി വർദ്ധിച്ചതും വിലക്കയറ്റത്തിന് ആക്കം കൂട്ടി. നാരങ്ങ വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിലും തട്ടുകടകളിലും നാരങ്ങ വെള്ളത്തിന്റെ വില 10 രൂപയിൽ നിന്ന് 20ഉം 30ഉം രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. സാലഡുകളിലും മീൻ വിഭവങ്ങളിലും അഭിവാജ്യ ഘടകമായിരുന്ന നാരങ്ങ പലയിടത്തും മെനുവിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി. നാരങ്ങയ്ക്ക് പകരം മറ്റ് മാർഗങ്ങൾ തേടേണ്ട ഗതികേടിലാണ് വീട്ടമ്മമാരും ചെറുകിട കച്ചവടക്കാരും. ചുരുക്കത്തിൽ നാരങ്ങയുടെ പുളി ഇപ്പോൾ നാവിലല്ല, സാധാരണക്കാരന്റെ പോക്കറ്റിലാണ് അനുഭവപ്പെടുന്നത്. അടുത്ത വിളവെടുപ്പ് സീസൺ എത്തുന്നതോടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. കൂത്താട്ടുകുളം കിഴക്കൊമ്പ് കുഴികുളം ചമ്പൽ പാടശേഖരത്തിൽ വ്യാപക കൃഷിനാശം. വിളവെടുപ്പിന് പാകമായ നെല്ല് പാടത്തേക്ക് മറിഞ്ഞു വീണ നിലയിലാണ്. കിഴകൊമ്പ കുഴികുളം പാടത്ത് വിളവെടുപ്പിന് ഭാഗമായ 25 ഏക്കർ പാടശേഖരത്തിലെ നെൽകൃഷി വെള്ളം കയറി നശിച്ചു. ഇടതുകര കനാൽ, ഇതിനു സമീപത്തെ സബ് കനാൽ എന്നിവിടങ്ങളിൽ വെള്ളം വരുമ്പോൾ പാടശേഖരം വെള്ളത്തിലാകുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. 20 ഏക്കറിൽ കൂടുതലുള്ള പാടം ശേഖരം MAPയുടെ കനാലിലെ വെള്ളം വന്ന് കൃഷി നശിച്ചു പോയിരിക്കുകയാണ്. ഏകദേശം അത് നമുക്ക് കൊയ്യാൻ പറ്റാത്ത സ്റ്റേജാണ്. നമുക്ക് ലീഡിങ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. ലീഡിങ് ചാനൽ ഉണ്ടായിരുന്നു നമ്മുടെ കൃഷി നശിക്കില്ലായിരുന്നു. നെല്ലെല്ലാം വീണ് പോയി. അപ്പോൾ നമുക്ക് ലീഡിങ് ചാനൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടണം. നമ്മുടെ 20 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലം കൊയ്ത് കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല. ഏകദേശം കൃഷി നശിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു നെല്ല് പോലും നമുക്ക് കൊയ്തെടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ കൂടുതൽ നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ MAP എന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കൃഷി മുഴുവൻ നശിച്ചു കിടക്കുന്നത്. അത് ലീഡിങ് ചാനൽ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പലയിടത്തും പോയി ഇതിന് അപേക്ഷ കൊടുക്കുകയും എല്ലാം ചെയ്തെങ്കിലും അവരാരും ഇതുവരെ ഒരു നടപടി ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അവർ പറയുന്നതിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ഈ നഷ്ടം എങ്ങനെ ഞങ്ങൾ വഹിക്കുമെന്നും അറിയില്ല. നിങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാവുമെന്ന് അപേക്ഷിക്കുന്നു. വിളവെടുപ്പിന് പാകമായ നെല്ല് പാടത്തേക്ക് മറിഞ്ഞു വീണ നിലയിലാണ്. ചെളി നിറഞ്ഞ പാടശേഖരത്തിൽ കൊയ്ത്ത യന്ത്രം ഇറക്കി കൊയ്യാനാകില്ല. ഇതോടെ പാടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത 10ഓളം കർഷകർ ദുരിതത്തിലായി. കഴിഞ്ഞ 3 വർഷമായി ഈ പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നുണ്ട്. MVIP അധികൃതർ, MLA, കൃഷി ഓഫീസർ എന്നിവർക്ക് കർഷകർ പരാതി നൽകി. ഏക്കറിന് 1.5 ലക്ഷം രൂപ നഷ്ടം വരുമെന്നും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയാണെന്നും കർഷകർ പറഞ്ഞു. ലീഡിംഗ് ചാനൽ നിർമ്മിച്ച പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നിവയാണ് കർഷകരുടെ ആവശ്യം. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മീങ്കുന്നം കച്ചിറയിൽ KM പൗലോസ് 92 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 3-ന് മീങ്കുന്നം സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ കുട്ടിയമ്മ, മാറിക, മണ്ണൂർ കുടുംബാംഗം. മക്കൾ ലിസി, ലാലി, ഷെൽവി, ബാബു. മരുമക്കൾ ജോർജ് മാതാളിക്കുന്നൽ, തോട്ടക്കര. പരേതനായ ലാലച്ചൻ ഓലിക്കൽ കുര്യനാട്, OV ജോർജ് ഓലിമലയിൽ മൂവാറ്റുപുഴ, സിമി മുട്ടത്തിൽ പുത്തൻപുര തൊടുപുഴ. കല്ലൂർക്കാട് ചക്കിട്ടുകുടിയിൽ വർക്കിയുടെ ഭാര്യ മേരി 72 നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ. പരേത മൂവാറ്റുപുഴ മുണ്ടയ്ക്കൽ കുടുംബാംഗമാണ്. മക്കൾ അനീഷ് ന്യൂസിലാൻഡ്, അജേഷ് ടാസ്ക് വകുപ്പ്. മരുമക്കൾ സനു നെടുങ്ങാട്, സോണിയ തീബലങ്ങാട്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.